ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മസാല ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രഞ്ച് ടോസ്റ്റാണ് കേട്ടോ. ഇത് ബ്രെഡ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരത്തെ സ്നാക്കിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ്. വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റും. ഇപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ഒരു കോഴിമുട്ടയിലെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2-3 മുട്ട എടുത്തിട്ട് ചെയ്യുക. ഈ മുട്ട ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അടിച്ച് പതിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളിയാണ് ചേർത്തെടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം ഉള്ളി ചേർത്തിട്ടുണ്ട്. അതേ അളവ് തന്നെ തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. തക്കാളി കുരു കളഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് ഞാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഗാർലിക് പൗഡറാണ് ചേർക്കുന്നത്. ഇത് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. ഇത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഗാർലിക് പൗഡർ ഒരു 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ തന്നെ വെജിറ്റബിളും മുട്ടയും കൂടെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ബ്രെഡിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പാല് വേണ്ടാന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടിയിട്ട് പാലിൻ്റെ അളവ് കുറച്ചാൽ മതി. ഇനി നമുക്ക് സാധാരണ നമ്മൾ ടോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ബട്ടറോ ഓയിലോ നെയ്യോ എന്തിൽ വേണമെങ്കിലും നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓരോ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് നമ്മളിതുപോലെ മുട്ടയുടെ ആ ഒരു മിക്സിൽ മുക്കിയെടുത്തിട്ട് പാനിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെജിറ്റബിളിൻ്റെ ആ പീസസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് നിരത്തി കൊടുത്താൽ മതി. നമ്മൾ മുക്കിയെടുക്കുന്ന സമയത്ത് അതിൽ ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് കോരി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് ഒന്ന് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് ടോസ്റ്റ് ആക്കി എടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരത്തെ ചായക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾസും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റൊക്കെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ടോസ്റ്റാണ് കേട്ടോ. വെറുതെ നമ്മൾ ബട്ടർ തേച്ചിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നേക്കാളും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ സാധാരണ മുട്ടയിലൊക്കെ മുക്കിയിട്ട് അങ്ങനെ ചെയ്യാറില്ലേ, ഇതുപോലെ ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഫ്രഞ്ച് സോസിൻ്റെയും ടൊമാറ്റോ കെച്ചപ്പിൻ്റെയും കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.